ഹലോ, നാളെ 9ാം ക്ലാസ്സിൻ്റെ അറബി എക്സാം എഴുതാൻ പോകുന്ന പ്രിയപ്പെട്ട കുട്ടികളെ, ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് നാളെ എക്സാമിന് ചോദിക്കാൻ വളരെ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കവിതയുടെ ഒരു ലൈന് നിങ്ങൾക്ക് തരും, അതേപോലെ തന്നെ അതിൻ്റെ മീനിങ്ങും വേറെ അതല്ലാത്ത വേറെ 2 ലൈനും, അങ്ങനെ 3 മീനിങ് തരാം. അതല്ല എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, കവിതയുടെ ഏതെങ്കിലും ലൈനിൻ്റെ മീനിങ് കൊടുക്കും, എന്നിട്ട് 3 ലൈന് കവിത കൊടുക്കും. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യന് സ്ഥിരമായി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. പല കുട്ടികൾക്കും ഇതിൻ്റെ മീനിങ് ഒന്നും അറിയാത്തതുകൊണ്ട് അവർ ആ കൺഫ്യൂഷൻ ആവും. മീനിങ് ഒന്നും അറിയാത്ത കുട്ടികൾക്കും വളരെ ഈസി ആയിക്കൊണ്ട് ഇതിനെങ്ങനെ മാർക്ക് സ്കോർ ചെയ്യാം എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ശ്രദ്ധിക്കുക. നമുക്കറിയാം, ഈ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ലൈന് ഇവിടെ കൊടുത്തിട്ടുള്ള അത് കവിത ആയാലും കുഴപ്പമില്ല, കവിതയുടെ മീനിങ് ആയാലും കുഴപ്പമില്ല, നിങ്ങളത് നന്നായിട്ട് വായിക്കാം. ഈ ഓരോ വേർഡും വായിക്കണം അല്ലേ. ഇവിടെ നമുക്കറിയാം ലുഅത്ത്, ഇൽമ്, അദബ്, ലുഅത്ത്, അറബിയ, 5 വാക്കുകളാണ്. ഈ 5 വാക്കുകൾ നമ്മൾ നന്നായി ഒബ്സർവ് ചെയ്തു. എന്നിട്ട് നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ ഏതിലാണ് ഇതിൽ വരുന്ന വാക്കുകൾ കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് വരുന്നതാണ്. ഉദാഹരണം നമ്മൾ നോക്കുകയാണ്, ഇപ്പോൾ അറബിയ നോക്കുക. അറബിയ നമ്മൾ നോക്കുകയാണെങ്കിൽ അറബിയ ഇതിൽ വരുന്നുണ്ട് അല്ലേ. അതേപോലെ തന്നെ ലുഅത്ത് നോക്കുകയാണെങ്കിലോ ലുഅത്ത് ഇതിലും വരുന്നുണ്ട്. പക്ഷെ നമ്മൾ നന്നായിട്ട് ഒബ്സർവ് ചെയ്യണം, നമുക്ക് മനസ്സിലാവും ലുഅത്ത്, അറബിയ, ഉലൂമ്, അദബ്, ഈ 4 വാക്കുകൾ കണ്ടോ. ലുഅത്ത്, ഇൽമ്, അദബ്, അറബിയ, ഈ 4 വാക്കുകളും റിപ്പീറ്റ് ചെയ്ത് വരുന്നത് ഇതിലാണ്. സോ ഇതിൻ്റെ ആൻസർ ഇതായിരിക്കും. കണ്ടോ, ഇങ്ങനെ വളരെ ഈസി ആയിട്ട് ഇവിടെ നിങ്ങളെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ലുഅത്തും അറബിയൊക്കെ വേറെ ലൈനിലും വരും. അപ്പോൾ നമ്മൾ നന്നായി ഒബ്സർവ് ചെയ്ത് കൂടുതൽ വേർഡ്സ് റിപ്പീറ്റ് ചെയ്ത് വരുന്നത് ഏതാണ് എന്ന് എന്ത് ചെയ്യണം, നന്നായി നോക്കണം. മാത്രമല്ല, ചിലപ്പോൾ ഇപ്പോൾ ബൈത്ത് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, വീട്, മൻസിൽ എന്ന് പറഞ്ഞാലോ വീട്. അപ്പോൾ അങ്ങനെ ഇവിടെ ബൈത്ത് എന്ന് കൊടുക്കും, ഇവിടെ മൻസിലാവും. അപ്പോൾ അങ്ങനെ സെയിം മീനിങ്ങൾ വേർഡ് കൊടുത്ത് നിങ്ങൾ കൺഫ്യൂഷൻ ആക്കാൻ ശ്രമിക്കും. സോ നല്ല കെയർഫുൾ ആവുക. നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, രണ്ടും നന്നായി വായിച്ചു നോക്കിയിട്ട് കൂടുതൽ മാച്ച് ചെയ്യുന്ന ലൈൻ നമ്മൾ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. അതായിരിക്കും കറക്റ്റ് ആൻസർ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.